ട്രാവൽ ഓൺ റോഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊച്ചിൻ എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനലിൽ വരുന്ന ലോഞ്ച് ആക്സസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ലോഞ്ച് ആക്സസ് കാർഡ് ഉള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സോ ആണ് ഈ ലോഞ്ചിലേക്ക് വരാനായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ലൊരു സർവീസായിരുന്നു ഈ ലോഞ്ചിൽ. നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു സർവീസ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബാങ്കിൻ്റെ കാർഡിൽ ഈ ഒരു ലോഞ്ച് ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്നറിയാനായിട്ട് നമ്മുടെ ബാങ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഈ കാർഡ് വെച്ച് നമുക്ക് കയറാൻ പറ്റാവുന്ന ലോഞ്ചുകളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. സാധാരണ അങ്ങനെ എല്ലാ ബാങ്കിൻ്റെ വെബ്സൈറ്റിലും ഉണ്ടാവാറുണ്ട്. അതും അവിടെയും ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഒരു നോൺ വെജ് ടൈപ്പുള്ള ഫുഡുകളാണ് അവിടെ സെർവ് ചെയ്തിരുന്നത്. ഞങ്ങൾ പോയിരുന്നത് ഒരു ഏർലി മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അവൈലബിൾ ആയിരുന്നു. പുട്ട്, കടല, ഇടിയപ്പം, ഉപ്പുമ, അതുപോലെ ഈ പറയുന്ന വെജ് സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കേക്കുകൾ. അപ്പോൾ കുട്ടികളുമായിട്ട് വന്നാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫുഡാണ് അവിടെ നിന്ന് നമുക്ക് സെർവ് ചെയ്തിരുന്നത്. അവർ ടോട്ടലി ഫ്രീ ആണ്. നമ്മൾ കാർഡ് വെച്ച് മേ ബി 2 റുപ്പീസോ അല്ലെങ്കിൽ ചില കാർഡുകൾക്ക് 25 റുപ്പീസ് വരെ അവർ അവിടെ നിന്ന് നമ്മുടെ നിന്ന് ഡിഡക്റ്റ് ആക്കുന്നുണ്ട്. എല്ലാ ബാങ്കുകൾക്കും വ്യത്യസ്തമായ പോളിസീസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു 2 റുപ്പീസോ അല്ലെങ്കിൽ 25 റുപ്പീസോ എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ആയിരിക്കണം എന്നില്ല. അത് നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ബാങ്കിൻ്റെ കാർഡ് അനുസരിച്ച് വേരി ചെയ്യും. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് 5 ഇയേഴ്സിന് താഴെ വരുന്ന കുട്ടികളുമായിട്ട് വരുന്ന പാരൻസിനെ അവർക്ക് കാർഡില്ലാതെ തന്നെ അവരുടെ കുട്ടികളെ ഈ ഒരു ലോഞ്ച് ആക്സസിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നമുക്ക് അവരെയും അക്കമ്പനി ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ലോഞ്ച് ആക്സസിലെ നല്ല വെറൈറ്റി ഓഫ് ഫുഡ്സ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു സർവീസ് ബാർ സർവീസാണ്. ഈ ബാറിലെ സർവീസ് നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ പേയ്മെൻറ്റ് കൊടുക്കണം. അതിന് മാത്രമാണ് അവിടെ പേയ്മെൻറ്റ് സിസ്റ്റം ഉള്ളത്. ബാക്കി എല്ലാ ഫുഡും നമുക്ക് ഫ്രീ ആണ്. ബാറിലെ മെനു യൂസ് ചെയ്ത് നമുക്ക് അവിടെ ഡ്രിങ്ക്സ് കഴിക്കണമെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ സർവീസും ഫുഡ്, ബാക്കി ജ്യൂസ്, അതുപോലെയുള്ള സർവീസുകളെല്ലാം ഫ്രീ തന്നെയാണ്. ഞാനും എൻ്റെ മോളും ഉണ്ടായിരുന്നു. ചിങ്കാരിയുടെ കൂടെയാണ് ഞാൻ ഫ്ലൈ ചെയ്യാനായിട്ട് വന്നത്. അന്ന് ഞങ്ങൾക്ക് യാത്രയ്ക്ക് മുമ്പുള്ള ചെറിയൊരു ഇടവേളയിൽ ഈ ഒരു എർത്ത് ലോഞ്ചിൽ കിട്ടിയ നല്ലൊരു സർവീസിനെ കുറിച്ചായിരുന്നു ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഇൻഫോർമേഷനായിട്ട് എല്ലാവരും ഇത് എടുക്കും എന്ന് കരുതുന്നു. സോ വിഷ് യു എ ഹാപ്പി ഫ്ലൈറ്റ് ആൻഡ് എ ഹാപ്പി ലോഞ്ച് ടൈം. So thank you for watching the video. See you guys on next video. Bye.